അദ്ദേഹത്തിൻ്റെ ആ ക്യാപ്ഷൻ ഉണ്ട്, ഉരുക്കു കോട്ടയുടെ കാവൽക്കാരൻ. ഞാൻ അതന്നെ പറഞ്ഞത്. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പേടിയാണ്. എന്താണ് ഈ ഉരുക്കു കോട്ട? അതിനൊരു കാവലാളൊക്കെ വെച്ച് എന്താ ഇവിടെ യുദ്ധത്തിന് വന്നതാ അദ്ദേഹം? രണ്ടാമത്തെ ചോദ്യം, നിലപാടുകളുടെ രാജകുമാരൻ. മറുപടി അദ്ദേഹം പറയണം. അദ്ദേഹം ഇവിടുത്തെ മത നേതാക്കളെയും എന്ത് ചെയ്യണം അവരൊക്കെ ഇങ്ങോട്ട് എന്താ പറയുക, നമ്മൾ പറ്റ ഇങ്ങോട്ട് എരപ്പാക്കി എന്ന് തന്നെ പറയാം. പൂച്ചക്കുട്ടിയെ പോലെ ഒരക്ഷരം മിണ്ടാതിരിക്കും. റീൽസ് ഇട്ട് കളിക്കലല്ല, നിലപാടുകളുടെ രാജകുമാരൻ. ഒരു നിലപാടുമില്ല. വേങ്ങരക്കിനി വേങ്ങരക്കാരൻ. അത് വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് പറയാന്ന്, ഞങ്ങൾക്ക് നിലപാടുണ്ട്. MTN ന്യൂസ് മലയാളം ടെലിവിഷൻ നെറ്റ്വർക്ക്. നമസ്കാരം, ഏവർക്കും MTN ന്യൂസിലേക്ക് സ്വാഗതം. വേങ്ങരയിൽ രാഷ്ട്രീയ ചൂടേറുമ്പോൾ അതോടനുസരിച്ച് തന്നെ ജനങ്ങളുടെ പ്രത്യാശകളും അവരുടെ ചോദ്യങ്ങളും ഉയരുകയാണ്. അതേക്കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ കൂടെ ഇന്നുള്ളത് വേങ്ങര നിയോജക മണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി സഭാ ഗുണ്ടുപിക്കലാണ്. സർ നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് പ്രചാരണമെല്ലാം? വലിയൊരു മണ്ഡലമാണ്, എല്ലായിടത്തും ഇനിയും കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നമ്മുടെ ഇലക്ഷന് വേണ്ടിയിട്ട്. എല്ലാം കവർ ചെയ്ത് എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നല്ലൊരു രീതിയിലാണോ പ്രചാരണം മുന്നോട്ട് പോകുന്നത്? എന്നെ സംബന്ധിച്ച് 6 പഞ്ചായത്ത് ഉൾപ്പെട്ട വേങ്ങര മണ്ഡലം എന്ന് പറഞ്ഞാൽ വലിയൊരു മണ്ഡലം എന്ന് പറയാൻ എനിക്കില്ല. കാരണം സ്ഥിരമായി നമ്മൾ കാണുന്നത്, നമ്മളെ വീട് എത്ര വലിയ വീടാണെങ്കിലും നമ്മൾ സ്ഥിരമായി നടക്കുമ്പോൾ നമുക്ക് ചെറിയ വീടേ തോന്നും. അതേപോലെ തന്നെ എനിക്ക് പറഞ്ഞാൽ ഈ 6 പഞ്ചായത്തും ഞാൻ എല്ലാവരും എനിക്ക് അറിയുന്നതുകൊണ്ട് എനിക്കത് വലിയൊരു ലോകമൊന്നുമില്ല. ഇതിൻ്റെ വീടോട് അനുബന്ധിക്കുന്ന അതിനേറ്റ സമയം. ജനങ്ങളോട് നേരിട്ടിടപഴകുമ്പോൾ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്ന പ്രശ്നം എന്താണ്? ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്ന വിഷയം വേങ്ങരയിലെ വികസനമാണ്. വികസനം പോരാ, അല്ലെങ്കിൽ ഒന്നും എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ വേങ്ങരയിലാണെന്നുണ്ടെങ്കിൽ കുടിവെള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും അതിന് പരിപൂർണമായിട്ട് തീരുമാനമായിട്ടില്ല. അതേപോലെ നമ്മളെ വേങ്ങര റോഡിലെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ അത് ഒരു ചെറിയ വേങ്ങര ടൗൺ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. കൂരിയാട് നിന്ന് മലപ്പുറം വരെ ഉള്ള ദൂരമുണ്ട്. ഈ ദൂരത്തിൽ ശരിക്കും ഒരു 4 ട്രാക്ക് റോഡ് വേണ്ടതാണ് ആവശ്യം. കാരണം നിങ്ങളെ പോലത്തെ യൂത്താണ് ഇനി വരാനുള്ളത്. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഒരു ചെറിയ ചികിത്സ മാത്രമേ ചെയ്യുള്ളൂ. അതല്ല, ഇപ്പോൾ ഹൈവേ ഉണ്ടാക്കിയത് ഈ പിണറായി സർക്കാർ ഉണ്ടാക്കിയതാണ് ഹൈവേ. അതിൻ്റെ രൂപരേഖ ഒക്കെ നമ്മൾ പണം മുടക്കിയതൊക്കെ, സ്ഥലം വാങ്ങാനൊക്കെ പണം മുടക്കിയ വലിയൊരു തരത്തിൽ ഇടപെടൽ കൊണ്ടാണ്. അതായത് UDF ഗവൺമെന്റ് നിർത്തിവെച്ച പദ്ധതി LDF ഗവൺമെന്റ് തുടങ്ങിയത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഹൈവേ അതേ മോഡല് മലയോര പാത, അതേപോലെ തീരദേശ പാത, അതേപോലുള്ളൊരു പാത നമുക്ക് കൂരിയാട് തൊട്ടിട്ട് മലപ്പുറം വരെ നിർബന്ധം. MLA സ്ഥാനം കൈവരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്തേക്കാരം? ആദ്യം നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും വേങ്ങരയിലെ എല്ലാ കാര്യങ്ങളും 1, 2, 3 എന്നല്ല, എല്ലാ കാര്യങ്ങളും നിർബന്ധമാണ്. അതായത് നമ്മളിവിടുത്തെ MLA ജയിച്ചു പോകുന്ന MLA ഒരു കാര്യത്തിലും ഒരു ഇടപെടൽ നടത്തിയില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും 1, 2, 3 എന്നില്ല. ഇവിടെ കുറേ കാര്യങ്ങൾ പ്രയോറിറ്റി ഇല്ല. അപ്പോൾ ഈ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ കിടത്തി ചികിത്സ ഇല്ല, അതിന് പ്രയോറിറ്റി കൊടുക്കണ്ടേ? അപ്പൊ നമ്മളെ റോഡിലെ ബ്ലോക്ക് അതിന് പ്രയോറിറ്റി കൊടുക്കണ്ടേ? നമ്മൾ ടൂറിസം, മിനി ഊട്ടി ടൂറിസം, അതിന് പ്രയോറിറ്റി കൊടുക്കണ്ടേ? ഏതാണ് മുൻഗണന എന്ന് വെച്ചാൽ എല്ലാം മുൻഗണന. ബിസിനസ്സും രാഷ്ട്രീയം ഒരുപോലെ എങ്ങനെയാണ് കൊണ്ട് നടക്കാൻ സാധിക്കുന്നത്? ബിസിനസ്സും രാഷ്ട്രീയവും രണ്ടാണ്. എൻ്റെ ബിസിനസ് പറഞ്ഞാൽ ഞാൻ സിമെന്റ് CNF എന്ന് പറഞ്ഞാൽ ആ മേഖലയിലുള്ളവർക്ക് അറിയാം. അതിൽ ഞാൻ 100% ഇൻവോൾവ് ആയി നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് നല്ല ഒരു മകനുണ്ട്, ഒരു പാർട്ട്ണറുണ്ട്. ആ ബിസിനസ്സൊക്കെ അതിൻ്റെ രൂപത്തിലായിട്ട് തന്നെ നടക്കും.
ഇപ്പോൾ നിങ്ങളുടെ എല്ലാ PR വർക്ക്സും അല്ലാതെ തന്നെ പ്രചാരണ പ്രവർത്തനങ്ങളും സോഷ്യൽ മീഡിയ വഴിയാണ് നടക്കുന്നത്. ഇപ്പം നമ്മുടെ ഈ ഒരു മണ്ഡലത്തിൽ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, പക്ഷേ അതേക്കുറിച്ച് അറിയാത്ത അല്ലെങ്കിൽ തന്നെ അത് ഉപയോഗിക്കാത്ത കുറേ ആളുകളുണ്ട്. അവരും നമ്മുടെ വോട്ടേഴ്സാണ്. അപ്പോൾ അവരിലേക്ക് എങ്ങനെയാണ് ഈ പ്രചാരണ പ്രവർത്തനങ്ങൾ എത്തുന്നത്? ഇതില് മറ്റ് ഇപ്പൊ നമ്മളെ എതിർ സ്ഥാനാർത്ഥി എന്നെ ഉദ്ദേശിക്കുക, അദ്ദേഹത്തിന് PR വർക്കോ ആവശ്യം ഉണ്ടാവും, റീൽസ് ആവശ്യം ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് അതിന്റെ ആവശ്യമില്ല. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ നാട്ടിൽ ആരോട് ചോദിച്ചാലും സബാഹിനെ അറിയാം. കാരണം ഈ 5 വർഷത്തോളായിട്ട് ഈ 6 പഞ്ചായത്തിൽ എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്ന് നന്നായി പഠിച്ച് ഈ ആളുകളായിട്ടൊക്കെ ഞാൻ വളരെ അധികം സംസാരിച്ചിട്ടുണ്ട്. എല്ലാ വീടിനുള്ളിലും നിങ്ങൾ എവിടെ പോയി ഇവിടെ ചോദിച്ച സബാഹിനെ അറിയിച്ച സബാഹിനെ അറിയാം. അതെന്താണ് അവരെ നിരന്തരം കാര്യങ്ങൾ. ഞാൻ കഴിഞ്ഞ ഇലക്ഷനിൽ സ്വതന്ത്രമായി മത്സരിച്ചതിന് ശേഷം ഞാൻ വീട്ടിൽ പോവല്ലേ ചെയ്തത്. ഈ 5 വർഷം ഈ മണ്ഡലത്തിലെ ആവശ്യങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ അഭിമാനത്തോടുകൂടി വീണ്ടും പറഞ്ഞു ഞാനൊരു വേങ്ങരക്കാരനാണ്. ഈ വേങ്ങരയുടെ ആവശ്യം എന്താണെന്ന് എനിക്കറിയാം. അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ക്യാപ്ഷൻ തന്നെ അതിൽ കൊടുത്തില്ലേ, വേങ്ങരക്കിനി വേങ്ങരക്കാരൻ. അത് അഭിമാനത്തോടു കൂടി എന്റെ നാടിനെ ഞാൻ പറയണ്ടേ, അത് 1000 വട്ടം ഞാൻ പറയും. നിങ്ങളിപ്പോ വേങ്ങരക്കാരെ ചേർത്ത് നിർത്തുന്നത് പോലെ വേങ്ങരക്കാരെ നിങ്ങളെ ചേർത്ത് നിർത്തുന്നത് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അത് ഉറപ്പല്ലേ. ഞാൻ ഈ പോകുന്ന സ്ഥലത്തൊക്കെ ഞാൻ ഇന്ന് ഇപ്പൊ എന്റെ വർക്ക് രാവിലെ തൊട്ടിട്ട് നമ്മളെ ഈ ഷെഡ്യൂൾ ചെയ്ത ഇതുണ്ടല്ലോ, ഇപ്പോഴും തീർന്നിട്ടില്ല. എന്താ കാരണം? നമ്മൾ ഓരോ വീട്ടിലും അവർക്ക് വേണ്ടപ്പെട്ടവരാണ്. അപ്പൊ അവിടുന്ന് നമുക്ക് പോരാൻ പറ്റുന്നില്ല. ഇപ്പൊ ഈ സമയത്ത് പോലും ഉച്ചയ്ക്ക് മുമ്പുള്ള ആളുകളെ കാണേണ്ട ഇപ്പോഴും കണ്ടു തീർന്നില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ സഭ കൊണ്ടുപോയിക്കൽ. ഇപ്പോൾ ഈ ഒരു റീച്ചിന് പിന്നിൽ നിങ്ങൾ തന്നെ നിങ്ങളായിട്ട് ക്യാഷ് കൊടുത്ത് നമ്മളെ വെച്ച ആളുകൾ നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നു. ആ രീതിക്കാണ് എതിർ സ്ഥാനാർത്ഥിയുടെ പ്രസ്താവന എടുക്കുന്നത്. അപ്പൊ അതേ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? അത് വലിയ രസമായിട്ട് ഞാൻ കുറച്ചൊരു മിനിറ്റ് എടുത്ത് മറുപടി പറഞ്ഞുതരാം. അദ്ദേഹത്തിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു വേങ്ങര എന്താണ്. പറഞ്ഞു മനസ്സിലായില്ല. അദ്ദേഹം വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഒരു PR വർക്ക് അദ്ദേഹം കൊടുക്കുന്ന ഒരു 3 or 4 ക്യാമറക്കാരെ വെച്ച് ഇവിടെയുള്ള സോഷ്യൽ മീഡിയക്കാരെ വിലക്ക് വാങ്ങി നടക്കും എന്ന് വിചാരിച്ച്. ഇവിടെ റീൽസ് അല്ല, ഇവിടെ റിയൽ ലൈഫാ. വേങ്ങരയില് ചെയ്തതൊക്കെ റിയലാ. അത് ജനം അറിയുന്നുണ്ട്. അത് ഞങ്ങൾക്ക് റീൽസ് ഇട്ട് കളിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. അദ്ദേഹത്തിന്റെ ആ ക്യാപ്ഷൻ ഉണ്ട്, ഉരുക്കു കോട്ടയുടെ കാവൽക്കാരൻ. ഞാൻ അതന്നെ പറഞ്ഞത്. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പേടിയായിട്ടുണ്ട്. കാരണം ഞങ്ങൾ പറഞ്ഞാല് വേങ്ങരക്കാരൊരു സാധാരണക്കാരാണ്. നിങ്ങൾ ഈ ജാതി പേരൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാ. ഇപ്പൊ ഈ ഉരുക്കു കോട്ടക്ക് കാവലാൾ എന്ന് പറഞ്ഞാൽ അതൊന്നും കേൾക്കണ്ടേ നമുക്ക്. എന്താണ് ഈ ഉരുക്കു കോട്ട? അതിനൊരു കാവലാളൊക്കെ വെച്ച് എന്താ ഇവിടെ യുദ്ധത്തിന് വന്നതാ അദ്ദേഹം? രണ്ടാമത്തെ ചോദ്യം, നിലപാടുകളുടെ രാജകുമാരൻ. ഒക്കെ നല്ല നല്ല ക്യാപ്ഷനാ. മറുപടി അദ്ദേഹം പറയണം. അദ്ദേഹം ഇവിടുത്തെ മത നേതാക്കളെയും എല്ലാ മത നേതാക്കളും ഹിന്ദു മുസ്ലിം മത നേതാക്കൾ അദ്ദേഹം എന്ത് ചെയ്യണം അവരൊക്കെ ഇങ്ങോട്ട് എന്താ പറയാ, നമ്മള് പറ്റങ്ങോട്ട് എരപ്പാക്കി എന്ന് തന്നെ പറയാം. അതിന് അദ്ദേഹത്തിന്റെ ഇപ്പത്തെ നിലപാട് എന്താ? ഇപ്പൊ അദ്ദേഹം മിണ്ടുന്നില്ലല്ലോ, ഒരക്ഷരം മിണ്ടുന്നില്ല. അപ്പൊ വളരെ പൂച്ചക്കുട്ടിയെ പോലെ ഒരക്ഷരം മിണ്ടാതിരിക്കുന്നു. ഞങ്ങൾ കൊടുത്തതിന്റെ ക്യാപ്ഷൻ അതാ വളരെ വ്യക്തം, വേങ്ങരക്കിനി വേങ്ങരക്കാരൻ. അത് നല്ല രസമുള്ള വാക്കല്ലേ. ഏത് വേങ്ങരക്കിനി വേങ്ങരക്കാരൻ? ഞങ്ങൾക്ക് ഇനി ആളില്ലായിരുന്നു. അതാണ് ഈ ക്യാപ്ഷൻ. നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം, അല്ലെങ്കിൽ നാട്ടുകാരോട് ചോദിക്കണം. ഇതിന് നിലപാട് അയാൾ പറയണല്ലോ. എന്റെ സുഹൃത്താണ്. പക്ഷെ കൊടുക്കുമ്പോ ക്യാപ്ഷൻ കൊടുക്കുമ്പോ എപ്പോഴാണ് വെറുതെ ക്യാപ്ഷൻ കൊടുത്താൽ രക്ഷപ്പെടാൻ പറ്റൂല. വേങ്ങനെയാണ് സ്ഥലം. ഞങ്ങൾ കൊടുക്കുന്ന ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നല്ല ആലോചിച്ച് പഠിച്ച് റീൽസ് ഇട്ട് കളിക്കലല്ല, റിയലാണ് ലൈഫ്. ഭയങ്കര റിയലാ. ഇതിന് മറുപടി പറഞ്ഞു പോകണം. അല്ലാതെ ഈ എന്താ പറയുക, ഞങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇതിന് മറുപടി കണ്ടെത്തിക്കോട്ടെ, ദിവസം ഉണ്ടല്ലോ. 7-ാം തീയതി വരെ സമയമുണ്ട്. ഞങ്ങൾക്ക് ഇതിന്റെ നിലപാടൊന്നാണ്, നിലപാടുകളുടെ രാജകുമാരൻ. ഒരു നിലപാടും ഇല്ല. നിലപാടിന് ഇതിന് മറുപടി പറയട്ടെ. ഏത് നമ്മുടെ മത നേതാക്കളെയൊക്കെ, മത നേതാക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാരെയും, മാതാ അമൃതാനന്ദമയി വരെ അതിലുറപ്പ്. നമ്മളൊക്കെ പുണ്യസ്ഥലുണ്ട്. ഏത് നമ്മളെ മമ്പ്രടക്കം കോയപ്പാപ്പയാറടക്കം. ഇതിന്റെയൊക്കെ മറുപടിയും കൂടി അദ്ദേഹം പറഞ്ഞല്ലോ. ഇതൊക്കെ അയാൾ മാറ്റി പറയോ, അല്ലെങ്കിൽ ഇത് ശരിയല്ലേ? ഒന്നും മിണ്ടണില്ലല്ലോ. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ 6 മണി മുതൽ രാത്രി 12 മണി വരെ അദ്ദേഹം ഓടിയതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. അദ്ദേഹം ഇത്ര കാലം എന്തായിരുന്നു പറഞ്ഞു, കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അടക്കമുള്ള ലീഗിലെ നേതാക്കന്മാരടക്കം എന്തായിരുന്നു ഇതേപോലെ. അത് പിന്നെ പാർട്ടി ഹാളിൽ വെച്ച് നമുക്കറിയാം. കുഞ്ഞാലിക്കുട്ടി സാഹിബിനൊക്കെ അദ്ദേഹം എന്താ ചെയ്യണ്ടേ, ഞാനിങ്ങനെ അരിഞ്ഞു വീഴ്ത്തല.
അതൊന്നും ഞങ്ങളെ വേങ്ങരയിൽ പറ്റൂല. ഞങ്ങൾ വളരെ സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു ജനതയാണ്. അതിനാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഓരോ ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ മനസ്സ് തട്ടുന്ന ക്യാപ്ഷനാണ്. കാരണം അത് ഞാൻ 5 വർഷമായിട്ടാണ് പറഞ്ഞത്. വേങ്ങരക്കിനി വേങ്ങരക്കാരൻ. അത് വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് പറയാന്ന്, ഞങ്ങൾക്ക് നിലപാടുണ്ട്. രാജകുമാരനൊന്നും ആണ്ട, ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കണം. അതാ പറഞ്ഞത്. വേങ്ങരക്കിനി വേങ്ങരക്കാരൻ. അദ്ദേഹം വേങ്ങരക്ക് നിൽക്കുവോ, അദ്ദേഹം പുറത്തു പോവോ, ഇതിനൊക്കെ മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു തന്നെയാണ് 25% വേങ്ങരക്ക്, 75% സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തിലാണ് ഞാൻ ശ്രദ്ധ. അപ്പൊ അദ്ദേഹത്തിന് വേങ്ങര നിൽക്കാൻ തയ്യാറില്ല എന്നല്ല ഇതിന്റെ മലയാളം അല്ലേ? ബുദ്ധി ഉപയോഗിച്ച് അങ്ങനെ പറയാം. 25% ബാക്കി 75%. ഞങ്ങളൊരു അഭിപ്രായം എന്താണ്, അദ്ദേഹം പൂർണ്ണമായിട്ടും ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പോയിക്കോട്ടെ, വേങ്ങരക്ക് ഞാൻ നിന്നോളാം. എനിക്ക് പറയാലോ, ഞങ്ങളെ വേങ്ങരക്ക് അത് പറഞ്ഞു, ഞങ്ങളെ വേങ്ങരക്ക് ഈ സഭാഹ് കൊണ്ടുപോയിക്കൽ നിന്നോളാം. അതാണ് നിലപാട്. എന്റെ നിലപാട് അതാണ്. അപ്പൊ ഇതിനും കൂടി എന്ത് ചെയ്യണം? ഇപ്പൊ റീൽസ് പറഞ്ഞതുകൊണ്ട് റിയൽ ആയിട്ടുള്ള മറുപടി കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു. വേങ്ങരയിൽ വലിയ വലിയ രീതിയിലുള്ള നിലപാടുകളും വലിയ വലിയ രീതിയിലുള്ള കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേങ്ങര വളരണം, അതിന് മാറ്റം വേണമെങ്കിൽ മാറ്റണം, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നിലപാട് നമ്മൾ പറയണം. എല്ലാവരുടേതായിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടുള്ളതാണ് വോട്ട്. എല്ലാവരും വോട്ട് ചെയ്യുക. നമ്മുടെ പങ്കാളിത്തം, നമ്മുടെ ജനാധിപത്യത്തിൽ നമ്മൾ എല്ലാവരും ഉറപ്പാക്കുക. വേങ്ങരയിൽ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ. നന്ദി. എന്റെ നാട് നന്നാണെന്ന് ഏതൊരു വേങ്ങരക്കാരനെ പോലെ തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അതിനൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നുള്ളൊരു 100% ഉറപ്പുണ്ടായിട്ട് തന്നെയാണ് ഞാൻ ഇതിൽ ഇറങ്ങിയത്. MTN News, Malayalam Television Network.